കേരളത്തിലെ സജീവ രാഷ്ട്രീയത്തെക്കുറിച്ച് സാർ നമ്മൾ ചോദിക്കും. സാറേ, BJP എങ്ങനെയാണ് കേരളം BJPക്ക് ഇപ്പോൾ ഭാഗമായെന്ന് മാത്രമല്ല, ഇതൊരു സുവർണാവസരമായി മാറിയിരിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങളും BJPയുടെ ചിട്ടയായ പ്രവർത്തനങ്ങളും എല്ലാ വിഭാഗം ആളുകളും BJPക്ക് വരുന്ന ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഞാനതിനെ ചരിത്രപരമായ ഒരു വലിയ പ്രത്യാശ നൽകുന്ന ഒന്നായിട്ട് തന്നെ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയത്തോടു കൂടിയിട്ട് BJPക്ക് വോട്ട് ചെയ്താൽ ജയിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. അതുപോലെ ദേശീയ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്ന അവസരത്തിൽ അതിൽ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട സംസ്ഥാനമല്ല കേരളം എന്നുള്ള ബോധം ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്ര നടത്തുകയാണ്. കാരണം എല്ലാ മേഖലകളിലും മുന്നോട്ട് ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി പോലും ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇതെല്ലാം കണക്കിലെടുക്കത്തക്കവണ്ണം കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുവെന്നാണ് എൻ്റെ യാത്രയിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ ശബരിമല പ്രശ്നത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ എന്തൊക്കെയാണോ അവർ അക്കാലങ്ങൾക്ക് ചെയ്തതെന്നുള്ളതാണ് എൻ്റെ പുസ്തകത്തിലെ പ്രധാന വിഷയം. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി, ഞാൻ പത്തനംതിട്ടയുടെ മണ്ണിലാണ് ഇപ്പോൾ ഉള്ളത്. പത്തനംതിട്ടയിൽ 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി ഉണ്ടായത്. 5-ാം തീയതി ഈ പത്തനംതിട്ടയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ശബരിമല സമരവുമായിട്ട് വന്ന് ഉപവാസം നടത്തുകയും സമരരംഗത്തിറങ്ങുകയും ചെയ്തു. പക്ഷെ അവരോട് ഞാൻ ചോദിക്കുന്നു, സതീശനോട് ഉൾപ്പെടെ, സണ്ണി ജോസഫിനോട് ഉൾപ്പെടെ ഉള്ളവരോട് ചോദിക്കുന്നു, 5-ാം തീയതി തുടങ്ങിയിട്ട് 8-ാം തീയതി എന്തുകൊണ്ട് ഞങ്ങൾ സമരത്തിൽ പിന്മാറുന്നു, ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഈ സമരത്തിൽ പങ്കെടുത്തുകൂടാ എന്ന് പ്രഖ്യാപിച്ചത്? അതുമാത്രമല്ല, അതിനോടുള്ള പ്രതികരണം തന്നെ AICCയുടെ പ്രതികരണം ആദ്യമായി 29-ാമത്തെ എല്ലാ പത്രങ്ങളുടെയും ഹെഡ്ലൈനിലുണ്ടത് നോക്കിയാൽ കാണാൻ സാധിക്കും. 2018 പറ്റി ഞാൻ പറയുന്നത്. ഇത് സ്ത്രീകൾ കടക്കണം, നിങ്ങൾക്ക് അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ്. 2 കൊല്ലക്കാലം അവരുടെ, നിങ്ങൾ നോക്കിയാൽ അവരുടെ വെബിൽ ഇത് തന്നെയാണ് നൽകിയിട്ടുള്ളത്. എന്നിട്ട് ഇപ്പൊ പറയുന്നു, ഞാൻ ചോദിക്കട്ടെ, ആ സമരത്തെ പിന്നിൽ നിന്ന് കുത്തുകയല്ലേ ചെയ്തത്? അന്ന് തന്ത്രി നട അടച്ചിട്ടു, പ്രശ്നങ്ങൾ വന്നു. ഞാൻ ചോദിക്കട്ടെ, ആരാ പിറ്റേ ദിവസം ആവശ്യപ്പെട്ടത് ശ്രീധരൻപിള്ളയും തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ 2 പഴയ KPCC പ്രസിഡന്റുമാരാണ്, മുരളീധരനും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളാണ്. അപ്പൊ ഇതെല്ലാം ചെയ്ത ശേഷം എനിക്കേതായിട്ട് കേസ് കൊടുത്തു, ജാമ്യമില്ലാ വാറണ്ടില്. ഹൈക്കോടതി അതാണ് റദ്ദ് ചെയ്തത്. അതിൻ്റെ ആദ്യ ഹിയറിംഗിൽ തന്നെ പ്രഥമനിഷ്ഠ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളി. ആരാ കേസ് കൊടുത്തത്? കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതനായ ഒരു നേതാവാണ്. അപ്പൊ ഈ തരത്തിൽ ഇതിനെ മുഴുവൻ തകർത്ത് വന്ന ആൾക്കാര്. പക്ഷെ മണ്ണും ചാരി നിന്നും പെണ്ണും കൊണ്ട് പോയി എന്നുള്ളത് 2019 തെരഞ്ഞെടുപ്പിലുണ്ടായി. പക്ഷെ BJPക്ക് 6% വോട്ടാണെന്ന് വർദ്ധിച്ചത്. പക്ഷെ സീറ്റ് കിട്ടിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദയനീയമായിട്ടെന്ന് പറയാം, LDF ഒരു സീറ്റ് ഒഴികെ ബാക്കി 19 ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അങ്ങനെ കപടമായ ചതിയിലൂടെയാണ് കോൺഗ്രസ് പാർട്ടി അന്ന് വിജയം കൊയ്തെടുത്തത്. അതുകൊണ്ട് അതിനൊക്കെ തിരിച്ചടിക്കാനുള്ള അവസരം കൂടിയായി ഈ തെരഞ്ഞെടുപ്പിനെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.